ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ പദ്ധതി നിറവേറ്റാൻ, ഈ ലോകത്തെ രക്ഷിക്കാൻ അങ്ങയുടെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കാൻ പരിശുദ്ധ മറിയത്തെ തിരഞ്ഞെടുത്തതോട് മാത്രമല്ലാതെ ആ പരിശുദ്ധാത്മാവിലൂടെ അങ്ങയുടെ പുത്രൻ ഈ ഭൂമിയിലേക്ക് ആഗതനാകുകയും അങ്ങയുടെ ഹിതം നിറവേറ്റുകയും ചെയ്തു. പിതാവേ, ഞങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചത് അങ്ങയുടെ ഹിതങ്ങൾ നിറവേറ്റാൻ വേണ്ടി തന്നെയാണല്ലോ. പിതാവേ, ഞങ്ങളും അങ്ങയുടെ പുത്രനെ പോലെ, പരിശുദ്ധ കന്യാമറിയത്തെ പോലെ ഈ ലോകത്തിൽ അങ്ങയുടെ ഹിതം അറിഞ്ഞ് പ്രവർത്തിച്ച് ഈ ലോക ജീവിതത്തിൽ വിജയം വരിക്കുവാൻ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നിവേശിപ്പിക്കണമേ.